നമ്മൾ പുറത്തോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പല വീടിൻ്റെയും മുകളിൽ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളിപ്പോൾ സോളാർ വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ നമ്മൾ പന്തലൊക്കെ ചെയ്ത മാതിരി ബോറായിട്ടുള്ള രീതിക്ക് വീടിൻ്റെ ഭംഗിയാണ് കളഞ്ഞിട്ട് അങ്ങനെ അല്ലാതെ നമുക്ക് ഇതിന് സൊല്യൂഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇതിൽ രണ്ട് കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സോളാർ ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ, വെണ്ടർ പെർസ്പെക്റ്റീവിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടണമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും വെയിലുള്ള സ്ഥലങ്ങളായിരിക്കും നിങ്ങൾ പറഞ്ഞ പല ആൾക്കാരും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവർ ഒരു കാര്യം ചോദിക്കാൻ മറന്നു ആ കസ്റ്റമറോട്, ഇത് എസ്തെറ്റിക് കീപ്പ് ചെയ്ത് ചെയ്യണോ അതോ പ്രൊഡക്ഷൻ മാത്രം നോക്കി ചെയ്യണോ എന്നുള്ളത്. ഞങ്ങൾ ചെയ്യുന്നൊരു രീതി എന്താ വെച്ചാൽ, നമ്മൾ കസ്റ്റമറോട് ഇത് ചോദിക്കും, നിങ്ങളുടെ വീടിൻ്റെ ഭംഗി നിലനിർത്തിക്കൊണ്ട് സോളാർ ചെയ്യണോ അതോ പ്രൊഡക്ഷൻ മാത്രം നോക്കിയാൽ മതിയോ. ഇപ്പോൾ എസ്തെറ്റിക് കീപ്പ് ചെയ്യാൻ പറയുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീറ്റ് റൂഫാണ് വിചാരിക്കുക, ചെറിയ സ്ലോപ്പുള്ള, അവിടെ നമുക്ക് സ്ട്രക്ചർ എലിവേറ്റഡ് സ്ട്രക്ചർ, അതായത് പൊക്കിയിട്ടുള്ള സ്ട്രക്ചറിൻ്റെ ആവശ്യമില്ല. അവിടെ ഷോർട്ട് റെയിൽസ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന സൗകര്യമുണ്ട്. ഇനി ക്ലിപ്പ് ചെയ്യുമ്പോൾ റിവിറ്റ് അടിക്കുക കൂടെ വേണ്ട, നല്ല ഗമ്മ് അവൈലബിൾ ആണ്. 25 വർഷം നിൽക്കുന്ന ഗമ്മുണ്ട്, അത് വെച്ച് നമുക്ക് ഒട്ടിച്ച് വെക്കാം. അങ്ങനത്തെ സംവിധാനം ഒന്നും അവൈലബിൾ ആണ്. ഇനി വേറെ മെത്തേഡ്, ഇപ്പോൾ സ്ലോപ്പ് പ്രൂഫാണെന്ന് വിചാരിക്കുക, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ലോപ്പിൻ്റെ നമുക്ക് ചില കോമ്പൻസേഷൻ വരും കേട്ടോ, കാരണം ആംഗിളൊക്കെ മാറും, എന്നാലും ആ ഭംഗി കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ആ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്തരം പല സൈറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പാനൽ അവിടെ ഉണ്ട് എന്ന് തന്നെ അറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കസ്റ്റമറോട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് കൺസിഡർ ചെയ്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ.